ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ SKN40 ആദ്യഘട്ടം അത് പ്രമാണിച്ച് കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ പല വേദികളിലും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ MDMA പോലുള്ള മാരകമായ രാസലഹരിക്ക് അടിമയായ ആളുകളുള്ള വീടുകളിൽ അമ്മമാർക്ക് രാത്രി നേരങ്ങളിൽ ഇവരൊക്കെ പുറത്തു പോയിട്ട് മടങ്ങി വരുമ്പോൾ പേടിയാണ് വാതിൽ തുറക്കാൻ. എന്ത് സംഭവിക്കുന്ന ഒരു നിശ്ചയമില്ല. ഇന്ന് ആലുവയിൽ ഒരു സംഭവം നടന്നു. ഒരുവൻ മയക്കുമരുന്നിന് വിധേയനായ ഒരുവൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് തവണ ഇത് ആവർത്തിച്ചെന്ന് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ അമ്മ പറയുന്നു. നാണം കൊണ്ട് നമ്മൾ തല കുനിച്ചു പോകുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. എന്തായാലും ഇത്തരം ഒരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ മയക്കുമരുന്ന് വിപത്തിനെതിരെ നമ്മൾ മാരകമായ ഒരു അറ്റാക്ക് അഴിച്ചുകൊണ്ട് സമയമായി എന്ന് ഒരിക്കൽ കൂടി ആലുവയിലെ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പ്രൈം ടൈം തുടരുകയാണ്. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൗത്യം ദുഷ്കരമായി തുടരുന്നുവെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു. തകർത്ത റോഡുകളും മോശം കാലാവസ്ഥയുമാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ലെന്നാണ് ദുരന്തത്തെക്കുറിച്ചുള്ള വിവരം ആദ്യം പുറലോകത്തെത്തിച്ച രാജേഷ് റാവത്ത് 24 പറഞ്ഞത്. सर 5 तारीख को जो ये घटना हुई थी 5 तारीख को, और धराली नामक स्थान है जहाँ पे है जो खीर गंगा नामक जो नदी है जिसने जो विकराट रूप लिया है और एक बाढ़ का रूप लिया है, जिस कारण जो धराली बाजार और धराली जो गांव है पूरा है जो मलबे की चपेट में आया है, जिस कारण है जो पूरे जो भवन है वो पूरे हैं जो मलबे में आ चुके हैं। और वहाँ पे जो भी लोग जो स्थानीय लोग थे 10 से 12 स्थानीय लोग और जो टूरिस्ट एंड जो लेबर वगैरह थे वर्कर्स वो है जो उसमें भी दबे हैं। पर पूरा आकलन नहीं कर सकते हम कि कितने लोग हैं, लेकिन बाकी प्रशासन द्वारा जो युद्ध स्तर पे और सर्च एंड रेस्क्यू गतिमान है। दूरसंचार के माध्यम से जो हमें अवगत करवाया गया था धराली से, धराली के ठीक सामने मुखबा के ठीक सामने धराली है, तो मुखबा से शास्त्री जी ने हमें अवगत करवाया, तो तत्काल हमारे द्वारा जिला प्रशासन को अवगत करवाया गया था और तत्काल मौके पे SDRF की टीम जिला प्रशासन मौके पे पहुंचा और राहत बचाव कार्य है जो युद्ध स्तर पे गतिमान है अभी तक भी। ഉത്തരാഖണ്ഡിലെ ചില പുതിയ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്ക്ലൂസീവായ ചില ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. ऊपर से जी नाला आ गया, ये देखो ये नीचे गंगा जी है और ये है जो अभी ये देखो लाइव तस्वीरें हैं जो आप देख सकते हैं। ये देखो ये देखिए लाइव तस्वीरें सीधे गंगा जी में, ये देखो. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ നിന്ന് നമ്മുടെ വാർത്താ സംഘത്തെ നയിക്കുന്ന ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൽറാം, ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാര്യം അണപൊട്ടി വരുന്നത് പോലെ, ഒരു നദി കലങ്ങി വരുന്നത് പോലെയായിരുന്നു ആദ്യം പ്രളയം വന്നത് ഉത്തരാഖണ്ഡിലേക്ക്. അപ്പം മരണം അങ്ങനെ തന്നെ മഹാനദിയായി ഇറങ്ങി വരികയായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? SKN ഈ ഒരു റോഡ് അടക്കമുള്ള സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ SKN ഇപ്പോൾ ഞാനുള്ളത് ഈ ഗംഗോത്രി ദേശീയപാതയിൽ ഇന്ന് പുനർനിർമ്മിച്ച ഒരു റോഡാണ്. ഈ ബട്ട്വാടിയിലെ ഈ റോഡ് ഇന്ന് ഗതാഗത യോഗ്യമാക്കിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ വലിയൊരു കൂറ്റൻ പാറക്കല്ല് വീണ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്നാൽ ഈ ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴക്കി ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. സാധാരണ നിലയിൽ ഈ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ആണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. ഈ റോഡ് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും തുടർന്ന് ഇവിടെ നിന്നും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ JCB കൊണ്ടുപോകേണ്ടി വരികയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെയാണ് പുനർനിർമ്മാണം വീണ്ടും ആരംഭിച്ചത്. SKN നമുക്ക് കാണാം ഈ പ്രദേശത്തെല്ലാം തന്നെ കൂറ്റൻ പാറക്കെട്ടുകൾ, ഇതെല്ലാം കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഈ റോഡ് തകർന്ന് തുടർന്ന് മുകളിൽ നിന്നും ഇടിഞ്ഞു വീണതാണ്. ഇവയെല്ലാം മാറ്റി ഏറെ ശ്രമകരമായ 24 മണിക്കൂർ ഏറെ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഏതാണ്ട് 1/2 കിലോമീറ്ററിന് അടുത്ത് വരുന്ന ഈ റോഡ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അവിടെ
ഇവിടെയാണ് വീണ്ടും തടസ്സമുണ്ടായിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനും ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഈ പ്രദേശത്തു കൂടെയാണ് ഇപ്പോൾ സൈന്യത്തിന്റേതടക്കമുള്ള ട്രക്കുകൾ ബെയിലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളുമായി പോയത്. ആ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സാമഗ്രികൾ വരാനുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഗതാഗത യോഗ്യമാക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ റോഡിൽ വീണ്ടും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ ഈ പ്രദേശത്ത് പുരോഗമിക്കുകയാണ് എങ്കിൽ പോലും മതിയായ അളവിൽ രക്ഷാപ്രവർത്തകരെ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പ്രദേശത്ത് ഇപ്പോഴും ആദ്യമെത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ രക്ഷാപ്രവർത്തകർ, സംസ്ഥാന ദുരന്ത നിവാരണ സേന കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകൾ ആണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല, മോശം കാലാവസ്ഥയെ തുടർന്ന്. ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ ഈ റോഡ് നിർമ്മാണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഇവിടേക്ക് വീണ്ടും ആ സാമഗ്രികൾ ഇത് മാറ്റാൻ കൊണ്ടുവരേണ്ടി വരുന്നതുമായ സാഹചര്യം ഉണ്ടാകുന്നത്. 200ഓളം പേരെ ഇതിനകം രക്ഷപ്പെടുത്തി സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി എന്നാണ് ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മരണസംഖ്യ ഇപ്പോഴും ഔദ്യോഗികമായി 6 പേർ എന്ന നിലയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത്രത്തോളം ദുർഘടമായ സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യവുമായിരുന്നെങ്കിൽ പോലും മതിയായ തോതിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. അത്രത്തോളം ആളുകളെ എത്തിക്കാൻ അവിടെ കഴിയുന്നില്ല. യന്ത്രസാമഗ്രികൾ അവിടെ എത്തിക്കാൻ കഴിയുന്നില്ല. JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഈ തെരച്ചിലിനായി ആവശ്യമായി വരും. ഏതാണ്ട് മീറ്ററുകളോളം ആഴത്തിൽ മണ്ണ്, ചെളി എന്നിവ നിറഞ്ഞു നിൽക്കുകയാണ്. കെട്ടിടങ്ങളുടെ മേൽത്തട്ട് വരെ ചെളി നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാണാതായ ആളുകളെ, അകപ്പെട്ടുപോയ ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തണമെങ്കിൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു റോഡിലൂടെയാണ് ഇവയെല്ലാം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് തന്നെയാണ് സാഹചര്യം ഏറെ ദുർഘടമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. നാളെ വൈകിട്ടോടെ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ ഒരു വലിയ തടസ്സം മാറും എന്ന ഒരു പ്രതീക്ഷയാണ് BROയും സൈന്യവും പങ്കുവയ്ക്കുന്നത്. SKN. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയായിരുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നുവെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നൊരു വാർത്താസമ്മേളനം നടത്തി. അതിൽ പറഞ്ഞു, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയാണ് BJP വിജയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പക്ഷം. 5 രീതിയിൽ ക്രമക്കേട് നടത്തി BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തിയെന്ന തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി വിമർശിച്ച് BJP രംഗത്ത് വന്നു. ആരോപണത്തിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറെ നാളായി ഏറ്റുമുട്ടലിലായിരുന്ന രാഹുൽ പൊട്ടിച്ച ബോംബാണ് വോട്ടർ പട്ടിക അട്ടിമറി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPയുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന് രാഹുൽ. Duplicate voters, one voter appearing multiple times on the voter list, fake and invalid addresses, 1 लाख fake voter एक असेंबली में. पॉइंट ये नहीं है कि BJP जीत रही है, कांग्रेस हार रही है. पॉइंट है कि here there is clear proof, 100% proof. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും അസാധാരണമായി കുതിച്ചുയർന്നു. രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. EVM വിവരങ്ങൾ പുറത്തുവിടാത്തത് കള്ളം പൊളിയുമെന്ന പേടികൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു. നാളെ കർണാടകയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് തന്നെ തെളിവുകൾ ഹാജരാക്കണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ആരോപണമില്ലല്ലോ എന്നായിരുന്നു BJPയുടെ ചോദ്യം. 24 ഡൽഹി. മുതിർന്ന നേതാവ് CK പത്മനാഭനെ BJP കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. ആദ്യം ഇറങ്ങിയ പട്ടികയിൽ CKPയുടെ പേര് ഇല്ലായിരുന്നു. ഒഴിവാക്കിയതിൽ CK പത്മനാഭൻ നേതൃത്വത്തോട് കടുത്ത അതൃപ്തി അറിയിച്ചു. കർശന നിലപാട് താൻ സ്വീകരിക്കുമെന്ന സംസ്ഥാന നേതൃത്വത്തിന് CK പത്മനാഭന്റെ മുന്നറിയിപ്പ് വന്നു. ആ വിവരം പുറത്തു വന്നപ്പോൾ CK പത്മനാഭനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പട്ടിക പുറത്തു വന്നു. 21 പേരുടെ ജംബോ കോർ കമ്മിറ്റി പ്രഖ്യാപിച്ച് 2 മണിക്കൂറിനുള്ളിലാണ് CK പത്മനാഭനെ കൂടി ഉൾപ്പെടുത്തിയ പുതിയ പട്ടിക BJPക്ക് ഇറക്കേണ്ടി വന്നത്. അലക്സ്റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയാം അലക്സ്റാം.
ഗുഡ് ഈവനിങ്. BJPയുടെ കോർ പട്ടിക പ്രഖ്യാപനം കംപ്ലീറ്റ് ഡ്രാമയാണ്. അത് 22 പേരുടെ, അതായത് ആദ്യഘട്ടത്തിൽ 21 പേരുടെ ജംബോ പട്ടികയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന BJPയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്ര പേരടങ്ങുന്ന ഒരു ജംബോ കോർ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. കാരണം BJP സംബന്ധിച്ച് BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഹയർ ഫോറമാണ് ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, ഒപ്പം ജനറൽ സെക്രട്ടറിമാർ അടങ്ങുന്ന ഏറ്റവും കുറച്ച് നേതാക്കൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ഫോറമാണ് ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു താനും. അതിനാൽ ആ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടാൻ നേതാക്കൾക്കിടയിൽ, വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത മത്സരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വി മുരളീധര, കെ സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തിയെന്ന വിമർശനം രാജീവ് ചന്ദ്രശേഖർ കേട്ടിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ കണ്ടെത്തിയ ഫോർമുലയാണ് ഈ ജംബോ കോർ കമ്മിറ്റി പട്ടിക എന്ന് നമുക്ക് കരുതാം. എന്താണെങ്കിലും അതിൽ ഈ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനത്ത് നിന്നുള്ള ജോർജ് കുര്യൻ, അതുപോലെ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭാ MP സി സദാനന്ദൻ അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ഒ രാജഗോപാലിനെയും CK പത്മനാഭനെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ CK പത്മനാഭൻ തന്റെ കൃത്യമായ എതിർപ്പ് കർശനമായി തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. താൻ കർശന നിലപാടിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് CK പത്മനാഭൻ നൽകി. തുടർന്ന് ഈ ആദ്യ പട്ടിക 21 പേരുടെ ജംബോ പട്ടിക ഇറങ്ങി. രണ്ടാമത്തെ മണിക്കൂറിൽ CK പത്മനാഭനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് BJPയുടെ കോർ കമ്മിറ്റിയുടെ പട്ടിക വീണ്ടും പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാന നേതൃത്വം. ഇപ്പോൾ CK പത്മനാഭൻ ഉൾപ്പെടെ 22 പേരാണ് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉള്ളത്. അതിൽ BJPയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രധാനപ്പെട്ട ഒരു കാര്യം, 22 പേരുടെ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസിനൊക്കെ, അല്ലെങ്കിൽ ജംബോ കമ്മിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസിനൊക്കെ സ്വാഭാവികമാണ്. BJPയെ സംബന്ധിച്ച് അതൊരിക്കലും ഒരു കാലത്തും സ്വാഭാവികമല്ല. അതുകൊണ്ട് തന്നെയാണ് അത് പ്രസക്തമാകുന്നതും. ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചു, അതിൽ CK പത്മനാഭനെ ഒഴിവാക്കുന്നു. അതിൽ അതൃപ്തി പരസ്യമാക്കിയതിനെ തുടർന്ന്, അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് CK പത്മനാഭനെ ഉൾപ്പെടുത്തി വീണ്ടും രണ്ടാം മണിക്കൂറിൽ ഒരു പട്ടിക കൂടി പ്രഖ്യാപിക്കുന്നു. ആ തരത്തിൽ ഭിന്നത പാർട്ടിക്കുള്ളിലുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇനി CK പത്മനാഭൻ ഒരുപക്ഷെ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഒഴിവാക്കപ്പെട്ടവരുണ്ട്. നേരത്തെ ഈ കോർ കമ്മിറ്റിയിൽ നേരത്തെ ക്ഷണിതാവായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. KS രാധാകൃഷ്ണനെ ഈ കോർ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന്, ആ പട്ടികയിൽ നിന്ന് പോലും KS രാധാകൃഷ്ണനെ വെട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി നമുക്കറിയാൻ കഴിയുന്നത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭയ്ക്ക് വിരുദ്ധമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഘടിപ്പിക്കാൻ കാരണമെന്ന് അറിയുന്നു. എന്താണെങ്കിലും KS രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിലില്ല. KS രാധാകൃഷ്ണൻ BJPയുടെ വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മതപരിവർത്തനം ആരോപിച്ച് രാജ്യത്ത് വീണ്ടും അതിക്രമമുണ്ടായി. ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ഇന്ന് അതിക്രമം നടന്നു. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് സംഭവിച്ചത്? എന്തായാലും ഛത്തീസ്ഗഡിലെ സംഭവം നടന്ന് അധികം വൈകാതെയാണ് ഇപ്പോൾ ഒഡീഷയിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒഡീഷയിലെ ജലേശ്വറിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകിട്ടാണ് 2 മലയാളി വൈദികരും ഒപ്പം 2 കന്യാസ്ത്രീകളും ഒരു മതാധ്യാപകനുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇവരുടെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ക്ഷണപ്രകാരം അവരുടെ കുടുംബത്തിലുള്ള ഒരാളുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ അവിടെ പ്രാർത്ഥനയ്ക്കായി പോയതാണ്. ഇവർ 5 പേര് ചേർന്ന് അവിടെ എത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ട് 6 മണിക്ക് പ്രാതൽ അത് കഴിഞ്ഞ ശേഷം അവർ രാത്രിയോടെ മടങ്ങുകയായിരുന്നു. ഈ മടങ്ങുന്ന സമയത്താണ് ഏതാണ്ട് 9 മണിയോടടുത്ത്, ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണ്, ചുറ്റും ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ 70ഓളം പേരടങ്ങുന്ന ഒരു ബജ്രംഗ് ദൾ സംഘം ഇവർക്ക് നേരെ ഇവരെ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ ആദ്യം ആക്രമിച്ചത് ഈ മതാധ്യാപകനായിരുന്നു. ഇയാൾ ബൈക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഈ ബൈക്ക് തടഞ്ഞു നിർത്തുകയും ഇയാളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ ബൈക്ക് പിന്നീട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കാറിലായിരുന്നു ഈ 2 മലയാളി വൈദികർ അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്നത്. ഫാദർ ലിജോ നിരപ്പയിൽ, അദ്ദേഹം ജലേശ്വർ പള്ളി വികാരിയാണ്. കൂടാതെ ഫാദർ വി ജോജോ, അദ്ദേഹം ജോഡോ പള്ളിയിലെ വികാരിയാണ്. ഇങ്ങനെ 2 മലയാളി വൈദികരും കൂടാതെ 2 കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവരെയും ഈ കാർ തടഞ്ഞു നിർത്തി അസഭ്യവർഷം നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവർ മതപരിവർത്തനത്തിന് എത്തിയതാണ് എന്നാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആരോപിച്ചത്. കൂടാതെ ഇവർ പ്രധാനമായും പറഞ്ഞത്, ഇപ്പോൾ ഒഡീഷ ഭരിക്കുന്നത് ബിജു ജനതാദൾ അല്ല, BJP ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരെയും നിങ്ങൾക്ക് അമേരിക്കക്കാരനാക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാക്കാൻ സാധിക്കില്ല എന്ന് ആരോപിച്ചുകൊണ്ട്, ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ മർദ്ദനം. ഇവർക്കും മർദ്ദനമേറ്റുവെന്നുകൊണ്ട് ഈ വൈദികർ തന്നെ പറയുകയുണ്ടായി. കൂടാതെ
ഈ നാട്ടുകാർ, അതായത് ഇവരെ ക്ഷണിച്ച വീട്ടുകാരും ആ നാട്ടുകാരും ചിലരും ഇത് തടയാനായിട്ട് എത്തിയിരുന്നു. അവർ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരോട് പറഞ്ഞത് അവർ തങ്ങൾ ക്ഷണിച്ചിട്ട് പ്രാർത്ഥനയ്ക്കായി വന്നതാണ്, അല്ലാതെ മതപരിവർത്തനത്തിനായി എത്തിയതല്ല, അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും കേൾക്കാതെ അതിക്രമം തുടരുകയായിരുന്നു. പിന്നീട് ഏതാണ്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് വിവരമറിഞ്ഞ്. അതിൽ ഒരു വനിതാ കോൺസ്റ്റബിളും 2 കോൺസ്റ്റബിളുമാരും ഉണ്ടായിരുന്നു. അവർ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരോട് ഇവർക്ക് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടും ഈ അതിക്രമം തുടരുകയായിരുന്നു. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യാനെന്ന് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് ഇവരെ അവിടെ നിന്ന് മാറ്റുന്നത്. അത് യഥാർത്ഥത്തിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് എന്നാണ് ഈ വൈദികർ തന്നെ പറയുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് FIR പോലീസ് ഇട്ടിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വൈദികർ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. CBSE ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. നാളെ രാവിലെ ഒരു പത്രസമ്മേളനം, ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ ഇറക്കുമെന്ന് CBSE ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഛത്തീസ്ഗഡിലെ സംഭവം നടന്ന് അതിന്റെ വാർത്തകൾ രാജ്യമെമ്പാടും ചർച്ചയായി. അധികം വൈകാതെ തന്നെയാണ് ഇത്തരത്തിൽ ഒഡീഷയിലും സമാന സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. SKN. ഓക്കെ, അജീഷ് ജയകുമാർ, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എവിടെ നിന്നെങ്കിലും ഈ സഭയുടെയോ അതല്ലെങ്കിൽ വൈദികരുടെയോ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു പ്രതികരണം ഇതുവരേക്കും വന്നിട്ടില്ല. ഇന്നലെ നടന്ന സംഭവമാണെങ്കിലും അത് പുറത്തറിയുന്നത് ഇന്നാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് രാത്രി ഏറെ വൈകിയാണ് ഈ വൈദികരെ രക്ഷിച്ച് പോലീസ് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് അർദ്ധരാത്രിയോടെയാണ് അവിടുന്ന് പറഞ്ഞുവിടുകയും ചെയ്യുന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറത്തറിയുന്നതും അത് വാർത്തയാവുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ പ്രതികരണത്തിനായി ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിൽ അവർ പ്രതികരണം നടത്തിയിട്ടില്ല. നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിൽ CBCയുടെ ആസ്ഥാനത്ത് അവർ ഒരു വാർത്താ സമ്മേളനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതേസമയം തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അവർ അത്തരത്തിലൊരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതിഭയാനകമായുള്ളൊരു സംഭവമാണ് രാജ്യത്ത് ഇപ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് സംഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അവർ 3 പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെങ്കിൽ ഇത് മറിച്ച് അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വികാരിയായി ഉള്ള സ്ഥലത്ത് അവരുടെ വിശ്വാസിയായ ഒരു വീട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത, പാർട്ടി നേതാക്കൾ ജോൾസിനെ കാണാൻ പോകുന്നതിൽ CPIMൽ വിമർശനം. പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത്തരമൊരു വിമർശനം ഉയർന്നതായി സൂചന വരുന്നത്. നേതാക്കൾ ജോൾസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം ഇന്ന് ഉയർന്നു. ഇത്തരം നടപടികൾ പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കുമെന്നതുകൊണ്ട് അതിൽ നിന്ന് സഖാക്കൾ പിന്മാറണമെന്ന ആവശ്യമുയർന്നു. സംസ്ഥാനത്തെ മുതിർന്ന നേതാവിനെതിരെയായിരുന്നു ഇന്ന് ഉയർന്ന വിമർശനം. ടുഡേ ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ശ്രീജിത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണോ ഈ ആരോപണം ഉന്നയിച്ച നേതാവിൻ്റെ വിശ്വാസം? SKN, നമസ്കാരം. ഇന്ന് നടന്ന CPIMന്റെ സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവാണ് ഈ വിമർശനം ഉന്നയിച്ചത്. പാർട്ടി നേതാക്കൾ ജോൾസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് ഈ നേതാവ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതുചർച്ചയിൽ ഉയർത്തിയത്. അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ ഇത്തരത്തിൽ വിശ്വാസമാർഗങ്ങൾ സ്വീകരിക്കുന്നവരല്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് പിന്നെ ഈ ജോൾസിനെ കാണാൻ പോകുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. ഈ ചോദ്യത്തിനോടൊപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു. ഇത്തരം നടപടികൾ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്? അങ്ങനെയെങ്കിൽ ഇത് പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കും. ഇത്തരം നടപടികളിൽ നിന്ന് നേതാക്കൾ പിന്മാറുകയാണ് നല്ലത് എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള നേതാവ് വിമർശിച്ചത്. ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു CPIM സംസ്ഥാന സമിതിയിൽ ഈ നേതാവ് വിമർശിച്ചത്. അടുത്തിടെ CPIMന്റെ ഒരു പ്രമുഖ നേതാവ് പയ്യന്നൂരിലുള്ള ഒരു പ്രശസ്ത ജോത്സ്യനെ സന്ദർശിച്ചത് വലിയ ചർച്ചയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇത് വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടം നൽകിയിരുന്നു. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആരുടെയും പേര് പരാമർശിക്കാതെ ഇത്തരമൊരു വിമർശനം CPIM സംസ്ഥാന സമിതിയിൽ ഇന്ന് ഉയർന്നത്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുടെ ചുങ്കപ്രകരത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 50% ഈ ഇറക്കുമതി ചുങ്കം, അഥവാ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 50% ടാക്സ്. രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മാസം അവസാനം ഇന്ത്യയിലെത്തും. അതിനിടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ കുറവ് വരുത്തി ഇന്ത്യൻ വിപണിയെ കൂടുതൽ ലക്ഷ്യമിടാൻ കേരളത്തിലെ വസ്ത്രനിർമ്മാതാക്കളായ കിറ്റക്സ് തീരുമാനിച്ചതായി അറിയുന്നു.
റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ചുങ്കപ്രഹരത്തിൽ ഇന്ത്യ വീഴില്ല. നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്ന കാര്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് അറിയിച്ചത്. 7 വർഷത്തിനു ശേഷം നരേന്ദ്രമോദി ചൈന സന്ദർശനത്തിനും ഒരുങ്ങുകയാണ്. അതിനിടെ അമേരിക്കയിലേക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള കിറ്റക്സ് ചുങ്കപ്രഹരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ലിറ്റിൽ സ്റ്റാർ വസ്ത്രങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രം എടുത്താൽ തന്നെ ഇന്ത്യക്ക് നിലനിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നുണ്ട്. യു കെയിലേക്കുള്ള എക്സ്പോർട്ടിന് 0% ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം യു കെയിലേക്ക് മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ട്രംപിന്റെ നിലപാടിനെ പ്രതിപക്ഷവും ചോദ്യം ചെയ്തു. ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ആ വെല്ലുവിളി നമുക്ക് നേരിട്ടേ പറ്റൂ. ചൈനയും ഇന്ത്യയും റഷ്യയും ചേർന്നൊരു ബെൽറ്റായി മാറിയാൽ അമേരിക്ക പാഠം പഠിച്ചോളും. ആ രീതിയിൽ നീങ്ങേണ്ടി വരും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, മലപ്പുറത്തെ തിരൂരിൽ ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരൂർ വാടിക്കലാണ് ഈ സംഭവം നടന്നത്. തിരൂർ കാട്ടിലപ്പള്ളി സ്വദേശി തുഫയിലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 4 പേർ ചേർന്നാണ് ആക്രമിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം തിരൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരൂർ വാടിക്കലിലാണ് ഈ സംഭവം നടന്നത്. കാട്ടിലപ്പള്ളി സ്വദേശി തുഫയിലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യമെന്നാണ് സൂചന. ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ബിപിൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? SKN അല്പസമയം മുൻപാണ് തിരൂരിലെ വാടിക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. 26 വയസ്സുള്ള തുഫൈൽ എന്നുള്ള യുവാവാണ് ഇപ്പോൾ ഈ കുത്തേറ്റ് മരിച്ചിരിക്കുന്നത്. കുത്തേറ്റുടൻ തന്നെ തിരൂർ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെന്നുണ്ടെങ്കിലും ഈ മരണം സംഭവിക്കുകയായിരുന്നു. 4 പേർ ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് ഈ പ്രാഥമികമായിട്ടുള്ള വിവരം. വാഹനത്തിൽ പോകുമ്പോൾ 4 പേർ ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ്. പോലീസ് പറയുന്നത് പ്രകാരം വ്യക്തിപരമായിട്ടുള്ള വിരോധമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. മുൻവൈരാഗ്യമായി ഈ കത്തിക്കുത്തിൽ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ കസ്റ്റഡിയിൽ എന്നുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. പോലീസ് ഇതിനോടകം തന്നെ ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യമായിരുന്നു ഇവർ തമ്മിൽ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അല്പസമയം മുൻപാണ് തിരൂരിലെ വാടിക്കലിൽ ഇങ്ങനൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. 26 വയസ്സുള്ള തുഫൈൽ മരിച്ചിരിക്കുന്നു. മൃതദേഹം ഇപ്പോൾ തിരൂരിലെ ആശുപത്രിയിലാണ്, ജില്ലാ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. SK. ഓക്കെ, ബിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേർന്നത്. എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കാതെ രക്ഷയില്ല. ചില ആൾക്കാർ ചോദിച്ചു മുഖത്തെന്താ ഒരു ഗൗരവം. വരുന്ന വാർത്തകളെല്ലാം ഒരുപാട് ഗൗരവം കൂട്ടുന്നതാണ്. ശരിക്കും ഞാൻ ഇടനാഴിയിൽ വെച്ചൊരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞില്ലേ, ഈ മയക്കുമരുന്നിന് അഡിക്റ്റായ ഒരുവൻ അമ്മയോട് കാണിച്ച അപകടം. അതൊക്കെ എന്ന് വെച്ചാൽ മലയാളി കേൾക്കുമ്പോൾ തന്നെ അമർന്നു പോകില്ലേ. ഇന്ന് സംഭവിച്ചാണ്. കൊച്ചി വടക്കേക്കോട്ട മെട്രോ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി യുവാവ് മരിച്ചു. തിരൂരങ്ങാടി സ്വദേശി നിസാറാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ അഗ്നിരക്ഷാ സേന ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് തിരൂരങ്ങാടി സ്വദേശി നിസാർ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലെത്തിയത്. ടിക്കറ്റ് എടുത്ത ഇയാൾ ആലുവ ഭാഗത്തേക്കുള്ള പ്ലാറ്റ്ഫോമിലെത്തി. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് നിസാർ ട്രാക്കിന്റെ സുരക്ഷാ ഭിത്തിയിലേക്ക് ഓടിക്കയറി. ആളുകൾ പുറകെ ഓടിയെത്തിയപ്പോൾ ട്രാക്കിലേക്ക് ചാടുമെന്നായിരുന്നു ഭീഷണി. ഇതോടെ ട്രാക്കിലൂടെയുള്ള വൈദ്യുതി ബന്ധം ഓഫാക്കി. പിന്നാലെ ഇയാൾ സുരക്ഷാ വേലിയിലേക്ക് കയറി റോഡിലേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. അണുനയ ശ്രമങ്ങൾ നടക്കുന്നതിനിടെ നിസാർ താഴേക്കു ചാടുകയായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് കൂടെ ആളെ മേളിൽ നിൽക്കുമായിരുന്നു. പുള്ളി എന്തോ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതോറും പുള്ളി കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വല വിരിച്ചു. വല കിട്ടാനായിട്ട് മാക്സിമം അടുക്കും തോറും വല കിട്ടാണ്ടിരിക്കാനായിട്ട് പുള്ളി കുതിറി ഓടിയിട്ട് ചാടി ചെയ്തത്, വീട് കാലുകുത്തിന് ശേഷം തല അടിച്ചത്. യുവാവിന് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. 24 കൊച്ചി. ഈ ഏരിയയിലൊക്കെ സാധാരണ ഒരാൾക്ക് പോയി നിൽക്കാൻ പറ്റാത്ത സ്ഥലമാണ്. എന്തായാലും സുരക്ഷാ സേനയുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ട് പോയതായിരിക്കണം എന്നാണ്. അതും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ആൾക്കാർ കടക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് എങ്ങനെ പോയി എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നു.
പാലക്കാട്ടെ PT5 കാട്ടാന ദൗത്യത്തിൽ മയക്കുവെടി വെക്കലല്ല പ്രഥമ പരിഗണനയെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. ആനയ്ക്ക് കണ്ണിന് മാത്രമാണ് പ്രശ്നമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഡോക്ടർ അരുൺ സക്കറി അടങ്ങുന്ന ദൗത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ മുതൽ ദൗത്യം ആരംഭിക്കും. മയക്കുവെടി വെക്കണമെങ്കിൽ അക്കാര്യത്തിലും തീരുമാനമെടുക്കുമെന്നും AK ശശീന്ദ്രൻ 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വനമന്ത്രി AK ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ നാളെ മുതൽ PT5 നമ്മൾ ആ ജൂലൈ 12 നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും അതിൻ്റെ കാഴ്ചയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പരിശോധിച്ച് നോക്കി, ചികിത്സിക്കാനുള്ള ശ്രമം നടത്തി നോക്കി. എന്താണ് ഒരു പ്രയോറിറ്റി, എന്താണ് നാളെ എങ്ങനെയാണ് ദൗത്യം? വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ആന വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ആനയാണ്. വനം വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ആന കഴിഞ്ഞ കുറേ കാലമായി തുടരുന്നത്. ആ ആനയ്ക്ക് അസുഖം ബാധിച്ചു. ഇപ്പോൾ നടത്തുന്ന ചികിത്സ കൊണ്ട് മാത്രം ആനയെ ബാധിച്ചിട്ടുള്ള അസുഖത്തിൽ നിന്നും ആനയെ മോചിപ്പിച്ച് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആനയായി അതിനെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ പിടികൂടേണ്ടതുണ്ട്. പാലക്കാട്ടെ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥലമാണ് ഇവിടെ. ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനാവശ്യമായ അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ രംഗത്ത് പ്രശസ്തനായ ഡോക്ടർ അരുൺ സക്കറിയെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് അവരുടെ നിരീക്ഷണത്തിൽ, അപ്പോൾ നാളെ രാവിലെ ആദ്യം ചെയ്യുക, അവർ നിരീക്ഷിക്കുകയാണ് ചെയ്യുക. ആവശ്യമായ നിർദ്ദേശങ്ങളും അനുമതിയും നൽകിയിട്ടുണ്ട്. അത് യുക്തിസഹമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അവരാ രൂപത്തിൽ ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇവിടെ ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഈ മലയോര മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, MLA ഉൾപ്പെടെയുള്ളവരുടെ ഒരു അവലോകന യോഗം നടത്തുന്നുണ്ട്. പോലീസും ഫോറസ്റ്റും ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സേനാ വിഭാഗങ്ങളും ജനപ്രതിനിധികളും ഉൾക്കൊള്ളുന്ന ഒരു ഡ്രൈവിനെ കുറിച്ച് നാളത്തെ യോഗത്തിൽ ഒരു നിർദ്ദേശം അവതരിപ്പിക്കും. ആ നിർദ്ദേശം ജനങ്ങൾക്ക് സമിതിക്ക് സ്വീകാര്യമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വനം വകുപ്പ് ആലോചിച്ചിട്ടുള്ളത്. മുൻഗണന ഈ ആനയെ രക്ഷിക്കുക, പൂർണ്ണ ആരോഗ്യമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതാണ് വനമന്ത്രിക്ക് പറയാനുള്ളത്. ലക്ഷ്യം എന്തായാലും, ദൗത്യം എന്തായാലും വിജയമാകട്ടെ. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. താങ്ക് യു ശ്രീജിത്ത്. മുകളംപുറത്ത് കമന്റ് ബോക്സിൽ പറയുകയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ, അതായത് ഈ മലപ്പുറത്ത് കുത്തേറ്റു, അതുപോലെ ആലുവയിലെ സംഭവം അമ്മയെ പിടിപ്പിച്ച കാര്യം, അപ്പോൾ ഇതൊക്കെ വായിക്കാതിരുന്നുകൂടെ? വാർത്തകൾ എങ്ങനെ നമ്മൾ വായിക്കാതിരിക്കാൻ പറ്റുക? ഇപ്പോൾ ഒരു സുഹൃത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു, അർജുവാണ്, ഈ കയ്യിൽ ഞാൻ മൊബൈൽ പിടിച്ചിരിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയുന്ന കമൻ്റൊന്നും വായിക്കില്ലെന്ന്. ആരും ഞാൻ കമൻറ്റ് ഇങ്ങനെ പിടിച്ചാലും ഞാൻ കമൻറ്റ് വായിക്കും, അതറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ആലുവ റെയിൽവേ പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് ഈ മാസം 8-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആലുവ ട്രാക്കിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം റെയിൽവേ ഏർപ്പെടുത്തി. 2 ട്രെയിനുകൾ ഇതിനകം റദ്ദാക്കി കഴിഞ്ഞു. എറണാകുളം പാലക്കാട് മെമു, പാലക്കാട് എറണാകുളം മെമു എന്നീ 2 ട്രെയിനുകൾ റദ്ദാക്കി. 7 ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ വൈകി കൂടുമെന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ AV ജയശങ്കർ പ്രൈം ടൈമിൽ ചേരുന്നു. പറയൂ ജയശങ്കർ. SKN ഈ മാസം ആദ്യം മുതലാണ് ഈ ആലുവയിലെ റെയിൽവേ പാലത്തിൽ റെയിൽവേ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. അതിനുശേഷം തുടർച്ചയായി സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ മാസം 8 മുതൽ 10 വരെയാണ് പുതിയ നിയന്ത്രണങ്ങൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. 2 ട്രെയിനുകളാണ് 9, 10 തീയതികളിൽ റെയിൽവേ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു എന്നിങ്ങനെ 2 പെയർ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 7 ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ 9, 10 ദിവസങ്ങളിൽ വൈകി ഓടുമെന്നാണ് റെയിൽവേ പറയുന്നത്. അതിൽ മലയാളികളെ, ഈ ദിവസയാത്രക്കാരെ കൂടുതൽ ബാധിക്കുന്ന ട്രെയിനുകൾ എന്ന് പറയുന്നത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 9-ാം തീയതി 1 മണിക്കൂർ 45 മിനിറ്റും 10-ാം തീയതി 1 മണിക്കൂർ 15 മിനിറ്റും വൈകി ഓടും. ഒപ്പം തന്നെ സെക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് 9-ാം തീയതി 1 മണിക്കൂറും 10-ാം തീയതി 30 മിനിറ്റും വൈകി ഓടും. ഒപ്പം തന്നെ ഇൻഡോർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 9-ാം തീയതി 1 മണിക്കൂറും 55 മിനിറ്റും 10-ാം തീയതി 1 മണിക്കൂറും 20 മിനിറ്റും വൈകി ഓടും. അങ്ങനെ 7 ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. ഒപ്പം തന്നെ വന്ദേ ഭാരത് 9-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് 45 മിനിറ്റ് വൈകി 4:50 മാത്രമേ യാത്ര ആരംഭിക്കൂ. 10-ാം തീയതി 10 മിനിറ്റ് വൈകി 4:15 യാത്ര ആരംഭിക്കുമെന്ന് റെയിൽവേ പറയുന്നുണ്ട്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ, ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിലാണ് റെയിൽവേ ആഗസ്റ്റ് മാസം ആദ്യം ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇനി കൂടുതൽ ദിവസങ്ങളിലേക്ക് പണി നീളുന്നത്. എന്തായാലും യാത്രക്കാരെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് റെയിൽവേ ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ. ഇനി ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ്. കോഴിക്കോട്ട് കാർ ഇടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ഇടവണ്ണ കുയിലേണ്ടി സംസ്ഥാന പാതയിലാണ് ഈ അപകടം ഉണ്ടായത്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അരീക്കോട് ഭാഗത്തു നിന്നും വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ആളിനെ. നിങ്ങൾക്ക് ആ ദൃശ്യം കാണാം ഇപ്പോൾ.
അപകടത്തിൻ്റെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ മുറിച്ച് കടക്കാമോ? ഓടി മുറിച്ച് കടക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി ഒരു ഭാഗത്ത് മാത്രം നോക്കിയിട്ട് ഓടിയത് കൊണ്ടായിരിക്കാം ഈ അപകടം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താ ലഭിച്ചത്? എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് ഈ അപകടം ഉണ്ടായത്. മുക്കത്തിന് സമീപം നെല്ലിക്കാപ്പറമ്പിൽ ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് അപകടം ഉണ്ടായത്. വിദ്യാർത്ഥി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. ആ വേളയിലാണ് അരീക്കോട് ഭാഗത്തു നിന്നും വന്ന കാറ് ഈ വിദ്യാർത്ഥിയെ ഇടിച്ചു തെറിപ്പിച്ചത്. നെല്ലിക്കാപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള കുട്ടിക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി ഇടിച്ചു തെറിച്ചു വീണെങ്കിലും മറ്റു തരത്തിലുള്ള അപകടങ്ങളൊന്നും കാര്യമായി ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ആ സമീപത്തു കൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ മറ്റു തരത്തിലുള്ള അപകടമൊന്നും ഉണ്ടാവാതെ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഇന്ന് വൈകിട്ട് 5:30 കൂടെ ഉണ്ടായ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നെല്ലിക്കാപ്പറമ്പിലുള്ള സന്നദ്ധ സേനയുണ്ട്. ആ സന്നദ്ധ സേനയുടെ ഓഫീസിലെ CCTVയിലാണ് അതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. നെല്ലിക്കാപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള കുട്ടി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. SK. ഓക്കെ, എന്തായാലും ഭാഗ്യമായി. ആ കാർ അത്ര വേഗത്തിലായിരുന്നില്ല, അതുകൊണ്ടാണ് കുട്ടിക്ക് വലിയ കാര്യമായി പരിക്കൊന്നും ഏൽക്കാതിരുന്നത്. കുട്ടികളൊക്കെ റോഡ് മുറിച്ച് കിടക്കും, പ്രത്യേകിച്ച് ഈ റോഡ് തനിതിരിച്ചൊക്കെ മഴ സമയത്ത് കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം നോക്കി റോഡ് ഒരിക്കലും ക്രോസ് ചെയ്യരുത്. മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറയണം റോഡൊന്ന് ക്രോസ് ചെയ്ത് തരാൻ. ഒരിക്കലും അല്ലാതെ സ്വന്തമായിട്ട് കുട്ടികളെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാതാപിതാക്കളും ഈ കാര്യം കുട്ടികളോട് പറയണം. കാര്യം നമ്മുടെ കണ്ണൊന്ന് വെട്ടിയാൽ വണ്ടി വന്ന് നമ്മുടെ തലയിൽ കയറും, അത് ഉറപ്പാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. ശ്വേതാ മേനോൻ്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. പോക്സോ കേസ് വരെ ശ്വേതാ മേനോൻ്റെ പേരിൽ ഇട്ടിരുന്നു എന്നുള്ളത് സിനിമാ രംഗത്തുള്ളവരെ മാത്രമല്ല പ്രേക്ഷകരെയും നമ്മളെയൊക്കെ നടുക്കിയിട്ടുണ്ട്. ഒരാലോചനയുമില്ലാതെ എടുത്ത കേസാണോ എന്ന് നമ്മളെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന 2 വാർത്തകൾ കൂടി വന്നൊരു ദിവസമാണിന്ന്. നമ്മുടെ സമൂഹം എത്രത്തോളം അധപ്പതിച്ചു എന്ന് കൂടി സൂചിപ്പിക്കുന്ന 2 വാർത്തകൾ. പെറ്റമ്മയെ ബലാത്കാരം ചെയ്ത മകൻ പോലീസ് കസ്റ്റഡിയിലായി. 23-കാരനായ മകൻ്റെ പീഡനം സഹിക്കവയ്യാതെയാണ് അമ്മ പരാതിപ്പെട്ടതെന്നാണ് അമ്മ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലെത്തി അമ്മ തന്നെയാണ് നേരിട്ട് പോലീസിന് പരാതി കൊടുത്തത്. അതുപോലെ കോഴിക്കോട്ട് നാദാപുരത്ത് മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സ്വന്തം പിതാവ് അറസ്റ്റിലായി. നാദാപുരം സ്വദേശി 45-കാരനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. മാത്രമല്ല, ഈ മകൻ അമ്മയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിരന്തരം അമ്മയെ ഇയാൾ ശല്യപ്പെടുത്തിയിരുന്നു. ഇയാൾ മയക്കുമരുന്നിന് അഡിക്റ്റാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആലുവയിൽ നിന്നുള്ള വാർത്തയാണ്. ഈ ആലുവ പരിസരത്തൊക്കെ ഈ മയക്കുമരുന്ന് വ്യാപനം കുറച്ച് കൂടുതലാണെന്ന് നമ്മുടെ യാത്രയിൽ കണ്ടെത്തിയിരുന്നു. എന്ന് മാത്രവുമല്ല, പല ആളുകൾക്കും രാത്രി നേരങ്ങളിൽ ഈ മയക്കുമരുന്നിന് അഡിക്റ്റായ ആളുകൾ പുറത്തുപോയി ഇതൊക്കെ കഴിച്ചിട്ട് മടങ്ങി വരുമ്പോൾ രാത്രി വാതിൽ മുട്ടുമ്പോൾ സഹോദരിമാർക്കും അമ്മമാർക്കും ഒക്കെ തുറക്കാൻ പേടിയാണ് എന്ന് നമ്മോട് പറയുണ്ടായി യാത്രക്കിടയിൽ. നമ്മൾ പകുതി വിശ്വസിക്കും, പകുതി വിശ്വസിച്ചില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ യാത്ര പൂർത്തീകരിച്ചത്. പക്ഷേ ഇന്ന് ഈ ആലുവയിൽ നിന്ന് വന്ന സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. നമ്മുടെ ഈ പ്രതിരോധം, അതല്ലെങ്കിൽ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നമ്മുടെ നീക്കം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. എറണാകുളം ആലുവയിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം. മധ്യവയസ്കയായ അമ്മയെ 23 വയസ്സുകാരനായ മകൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി. അമ്മ നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മകൻ ഉപദ്രവിക്കുന്നത് പതിവാണെന്നും സഹിക്കാനാവാതെയാണ് പോലീസിനെ സമീപിച്ചതെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു. പ്രതി വീട്ടിലുള്ളപ്പോൾ അമ്മയുടെ നിലവിളി കേൾക്കുന്നത് പതിവാണെന്ന് നാട്ടുകാരും പോലീസിൽ മൊഴി നൽകി. പരാതിക്ക് പിന്നാലെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നാദാപുരത്തു നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വന്നത്. സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 45 വയസ്സുകാരനായ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെയാണ് പീഡന വിവരം പുറത്തുവന്നത്. വയറുവേദനയെ തുടർന്ന് 16-കാരി വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം ഡോക്ടർ മനസ്സിലാക്കിയത്. കൂടുതൽ ചോദിച്ചപ്പോൾ പിതാവിന്റെ പീഡനത്തിനിരയായ കാര്യം തുറന്നു പറഞ്ഞു. തുടർന്ന് ഡോക്ടർ നാദാപുരം പോലീസിൽ വിവരമറിയിച്ചു. നിരന്തരം പീഡനത്തിനിരയായെന്നും ഭീഷണി മൂലമാണ് പുറത്തു പറയാതിരുന്നത് എന്നുമാണ് പെൺകുട്ടി നൽകിയ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 45-കാരനായ പ്രതിയെ പോലീസ് പിടികൂടിയത്. പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കൊച്ചി, കോഴിക്കോട്. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾക്ക് ഇന്ന് ഹൈക്കോടതി സ്റ്റേ വന്നു.
ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കി. ചലച്ചിത്ര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിക്കും കേസിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവും ശക്തമായിരിക്കുന്നു. തെളിവില്ലാതെയും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിലെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. ഈ മാസം 15-ന് അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെതിരെ പരാതിയും കേസും. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യ കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. പരാതിക്ക് പിന്നിൽ സംഘടനയിലെ ആരുമില്ലെന്ന് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി ദേവൻ. ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം. ശ്വേതാ മേനോനെ കരുവാക്കിക്കൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ചാൽ അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും. അതിന് സംശയമൊന്നും വേണ്ട. ആരോപണങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വിശദീകരണം. ശ്വേതാ മേനോനെതിരായ കേസിലെ പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ശ്വേതാ മേനോനെ വല്ലാതെ തളർത്തിയ ഒരു ആരോപണമാണ് ഉയർന്നു കേട്ടത്. മാത്രമല്ല ഇത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന പലതും. എന്നാൽ ഒരു സംഘടന എന്ന നിലയിൽ അമ്മയിൽ എത്രമാത്രം ആളുകൾ ഈ ശ്വേതാ മേനോനെ സംരക്ഷിക്കാൻ ഇറങ്ങി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. നിലവിലെ ജനറൽ സെക്രട്ടറി ബി രാഗേഷും സജി നന്ദിയാട്ടുമാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി മത്സരിക്കുക. 20-അംഗ ഭാരവാഹി സ്ഥാനത്തേക്കായി 39 ആളുകൾ ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയതിൽ സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ഈ മാസം 14-ലാണ് തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഒരു വാർത്തയാണ്. എറണാകുളം ഉദയംപേരൂരിൽ IOC പ്ലാന്റിലെ പണിമുടക്ക് അവസാനിച്ചു. ബോണസും കട്ട് ചെയ്ത ശമ്പള കുടിശ്ശികയും നൽകാമെന്ന് കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് തൊഴിലാളികൾ പണിമുടക്ക് പിൻവലിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് IOC പ്ലാന്റിലെ ലോഡിംഗ് തൊഴിലാളികൾ പണിമുടക്ക് തുടങ്ങിയത്. INTUC-യും CIT-യും സംയുക്തമായിട്ടാണ് പണിമുടക്ക് നടത്തിയത്. എന്തായാലും ആ പണിമുടക്ക് പിൻവലിച്ചു, നല്ല കാര്യം. കോട്ടയം പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ സംഭവത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കെതിരെ നടപടി. കഴിഞ്ഞ വർഷമാണ് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയതായി കണ്ടെത്തിയത്. യഥാസമയം മേലധികാരികളെ അറിയിക്കുന്നതിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ജയൻ്റെ 1 വർഷത്തെ വാർഷിക ഇൻക്രിമെൻ്റ് തടഞ്ഞ് ഉത്തരവിറങ്ങി. ഉത്തരവിൻ്റെ പകർപ്പ് 24-ന്. ഈ ബ്രേക്കിംഗ് വാർത്തയുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN ഈ വാർത്ത 24 ആണ് അന്ന് കഴിഞ്ഞ വർഷം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അത് ചിത്രങ്ങൾ സഹിതമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കഞ്ചാവ് ചെടികൾ ഗ്രോ ബാഗിലായിരുന്നു പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നട്ടു വളർത്തിയിരുന്നത്. നമ്മൾ അതിനുശേഷം അവിടെ എത്തുന്ന സമയത്ത് പിന്നീട് നാട്ടുകാർക്ക് കഞ്ചാവ് ചെടി കണ്ടെത്താനും കഴിഞ്ഞു. അതും ഗ്രോ ബാഗിൽ തന്നെയായിരുന്നു. അതും ദൃശ്യങ്ങൾ സഹിതം നമ്മൾ അന്ന് നൽകിയതാണ്. ആ ഒരു ഘട്ടത്തിൽ ആണ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ആ ഒരു ഘട്ടത്തിൽ സ്ഥലം മാറ്റിയിരുന്നു. അവിടുത്തെ കുറച്ചധികം ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും അതിലാണ് ഇപ്പോൾ ഒരു തുടർ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അന്വേഷണം നടത്തിയ CCF-ന്റെ അന്വേഷണ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ ജയൻ എന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ചില ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. വെള്ള പേപ്പറിൽ എഴുതി വാങ്ങിച്ചതിൽ ചില പേരുകൾ കൂടുതലായി എഴുതി വാങ്ങിക്കേണ്ടി വന്നിരുന്നു. അത് കൃത്യമായ ചട്ടവിരുദ്ധമായ നടപടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇത് യഥാസമയം അറിയിച്ചില്ല. ഇത് 3 ദിവസത്തോളം മൂടി വെച്ചു എന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശമടക്കമുണ്ട്. എന്തായാലും 1 വർഷത്തെ വാർഷിക ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഇനി 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം പൊളിയുന്നു. മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് മാത്രം ചെലവായത് 13 ലക്ഷത്തിലധികം രൂപയെന്നാണ് കണക്ക്. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24-ന് കിട്ടി. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസർ എന്നും സർക്കാരിന് നഷ്ടമില്ലെന്നുമായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നിലപാട്. എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട സർക്കാരിനും നഷ്ടമുണ്ടായെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. 2024 സെപ്റ്റംബറിലായിരുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിൽ മന്ത്രിയുടെയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സ്പെയിൻ സന്ദർശനം. ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെന്നും ഉടൻ AFA പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ AFA ആസ്ഥാനമുള്ള ബ്യൂണസ് അയേഴ്സിൽ പോകുന്നതിന് പകരം എന്തിന് മന്ത്രി സ്പെയിനിൽ പോയെന്നും
ആരുമായിട്ടാണ് ചർച്ചകൾ നടത്തിയെന്നതിന്റെ വിശദാംശങ്ങൾ ഇല്ലെന്നുമെന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇങ്ങനെ ദുരൂഹതകൾ ഏറെ ബാക്കിയാക്കിയ സ്പെയിൻ യാത്രയ്ക്ക് 13,04,434 രൂപ സർക്കാരിന് ചെലവായെന്നാണ് കായിക വകുപ്പ് തന്നെ സമ്മതിക്കുന്നത്. കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട്. 13 ലക്ഷം സർക്കാർ നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിലെ ആദ്യത്തേതു മാത്രമെന്നും വിമർശനങ്ങളുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. ഇതോടെ പ്രൈം ടൈം അവസാനിക്കും.